നമസ്കാരം. ഓരോ ഫയലും ഓരോ ജീവനുകളാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നിട്ടും ഫയൽ നീക്കം എന്നത് പഴയപടി തന്നെയാണ് നടക്കുന്നത്. ഫയൽ നീക്കം നിലച്ചതുകൊണ്ട് ജീവൻ പൊലിയുന്ന ആളുകളും പിന്നീടുണ്ടായി. ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അധ്യാപികയായ ഭാര്യയുടെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ വൈകിയതുകൊണ്ട് ഭർത്താവായ ഷിജോ ആത്മഹത്യ ചെയ്ത സംഭവം. ഈ സംഭവം സംസ്ഥാന സർക്കാരിന്റെ ഭരണക്ഷമതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതായി. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കണമെന്ന ആരോപണം മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ കൂടി ഉന്നയിച്ചതോടെ പ്രതിക്കൂട്ടിലായി സർക്കാർ. വ്യാപകമായ പരാതിയെ തുടർന്ന് 2 മാസത്തെ ഫയൽ അദാലത്ത് സർക്കാർ സംഘടിപ്പിച്ചെങ്കിലും അതും ഫലപ്രദമായില്ല. വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ ഒരുങ്ങിയതോടെ 31-ന് മുൻപ് അടിയന്തരമായി ഫയലുകൾ തീർക്കാൻ സർക്കാരിന്റെ കർശന നിർദ്ദേശമെത്തിയിരിക്കുകയാണ്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന അവസ്ഥ മാറ്റാൻ വേണ്ടി പരിഹാരമുണ്ടായില്ലെങ്കിലും ഫയൽ ക്ലോസ് ചെയ്യുന്ന വിധത്തിലാണ് സർക്കാർ നിർദ്ദേശം. ജി സുധാകരന്റെ ആരോപണത്തിന് മറുപടി നൽകി വിഷയം വീണ്ടും വഷളാക്കേണ്ടെന്ന നിലപാടിലാണ് CPM. അതിനു പകരം എത്രയും പെട്ടെന്ന് ഫയൽ അദാലത്ത് പൂർത്തിയാക്കി കണക്കുകൾ നിരത്താനാണ് വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിയെ നേരിട്ട് ബാധിക്കുന്നതാണെന്ന വിലയിരുത്തലും CPM-നുണ്ട്. ഫയൽ സ്തംഭനം ഗൗരവമായി ഏറ്റെടുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഫയൽ അദാലത്തിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പായത് ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിലാണ് 50%. പൊതുഭരണ വകുപ്പാണ് തൊട്ടു താഴെ 48.62%. പ്രവാസികാര്യ വകുപ്പിൽ 46.30%, ധനകാര്യ വകുപ്പിൽ 42.72%, നിയമവകുപ്പിൽ 42.03% പൂർത്തിയായി. സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലും റെഗുലേറ്ററി അതോറിറ്റികളിലും 2025 മെയ് 31 വരെ കുടിശ്ശികയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ഫയൽ അദാലത്ത് നടത്തുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇതുവരെ 22% ഫയലുകളും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിൽ 20.55% ഫയലുകളും റെഗുലേറ്ററി അതോറിറ്റികളിൽ 41.74% ഫയലുകളും തീർപ്പാക്കി. വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കിയത് പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗത്തിലാണ് 77.27%, സൈനിക ക്ഷേമം 73.24%, സ്റ്റേറ്റ് ഇൻഷുറൻസ് 65.41% ഫയലുകളും തീർപ്പാക്കി. റെഗുലേറ്ററി സ്ഥാപനങ്ങളിൽ 58.21% ഫയലുകൾ തീർപ്പാക്കി. ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കാനുള്ളത് സെക്രട്ടേറിയറ്റിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ഡയറക്ടറേറ്റുകളിൽ NSJD പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലുമാണ്. അടിയന്തരമായി ഫയൽ അദാലത്ത് പൂർത്തിയാക്കാൻ വിവിധ വകുപ്പുകളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജീവനക്കാരുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനായി ഓരോ സിറ്റിയിലെയും ഉദ്യോഗസ്ഥർ ഓരോ ആഴ്ചയിലും തീർപ്പാക്കേണ്ട ഫയലുകളുടെ എണ്ണം മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് പോർട്ടലിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. പ്രധാനപ്പെട്ട പേജുകൾ, പോളിസികൾ, സ്കീമുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേജർ ഫയലുകൾ കണ്ടെത്തി പോർട്ടലിൽ രേഖപ്പെടുത്തണം. അവ നടപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ വകുപ്പുകളിലെയും നോഡൽ ഓഫീസർമാർ ഓരോ തലങ്ങളിലും നടത്തിയ ഫയൽ അദാലത്തുകളുടെ വിശദാംശങ്ങൾ സമയബന്ധിതമായി പോർട്ടലിൽ രേഖപ്പെടുത്തണം. ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കാത്ത വകുപ്പുകൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു.